ചൊക്രമുടി ഭൂമി വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയത് മുൻ CPI നേതാവെന്ന് ആരോപണം. വിവാദ ഭൂമിയായ ബൈസൺവാലി ചൊക്രമുടിയിലെ ഭൂമി വ്യാജ കൈവശരേഖ നിർമ്മിച്ചു അടിമാലി സ്വദേശിയായ സിബിക്ക് 7 ലക്ഷം രൂപയ്ക്ക് വിറ്റതായിട്ടാണ് ആരോപണം. 2024-ൽ 7 ലക്ഷം രൂപയ്ക്ക് ഭൂമി കൈമാറ്റം നടത്തിയ രേഖകളും കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ടു. അതേസമയം ആരോപണങ്ങൾ നിഷേധിച്ച് MR രാമകൃഷ്ണൻ രംഗത്തെത്തി. അതീവ പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരകളിലെ പുൽമേടുകൾ വ്യാജരേഖ ചമച്ച് മുൻ CPM പ്രവർത്തകനും CPM നേതാവുമായിരുന്ന MR രാമകൃഷ്ണൻ കൈവശപ്പെടുത്തുകയും അടിമാലി സ്വദേശിക്ക് മറിച്ചു വിൽക്കുകയും ചെയ്തതായി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പരേതനായ KM വർഗീസിന്റെ പേരിലുള്ള വ്യാജരേഖ ചമച്ചാണ് CPI ചിന്നക്കനാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സമയത്ത് MR രാമകൃഷ്ണൻ 7 ലക്ഷം രൂപയ്ക്ക് 12 ഏക്കർ ഭൂമിയുടെ വിൽപ്പന നടത്തിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. CPMന്റെ ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കുറേ ഭൂമി വളഞ്ഞിടുകയും അതിന് വ്യാജരേഖ ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്ക് 12-14 ഏക്കർ സ്ഥലം പുള്ളി വ്യാജരേഖ ഉണ്ടാക്കി വിറ്റതായിട്ടൊരു രേഖയൊക്കെ മാധ്യമങ്ങളിൽ കൂടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഗ്യാപ്പ് റോഡ് തൊട്ട് ഒറ്റമരം വരെയും ഈ ചൊക്രമുടിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇവിടുത്തെ വ്യക്തികളും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും കയ്യേറിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം അടിയന്തരമായ ഒരു അന്വേഷണം നടത്തി സർക്കാർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതേസമയം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KM വർഗീസിന്റെ കയ്യിൽ നിന്നും വില കൊടുത്താണ് ഏക്കറിന് 600 രൂപ വീതം 20 ഏക്കറിന് 12,000 രൂപ നൽകി 1984-ലാണ് ഭൂമി വാങ്ങിയതെന്ന് MR രാമകൃഷ്ണൻ മീഡിയാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. അവിടെ പട്ടയമില്ലാത്ത ഭൂമിയാണ്, കൈവശ ഭൂമിയാണ്. അതിന് ആധികാരികമായ രേഖ എന്ന് പറയുന്നത് ഈ ചാനലുകാർക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഈ രേഖ. പരിശോധിച്ചാൽ ആർക്കെങ്കിലും ഈ ഒപ്പിനെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ ഇത് എഴുതി തന്നയാളെന്ന് പറയുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൻ്റെ മിനിസിലൊക്കെ ഈ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സംശയമുള്ളവർ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. അതല്ല ചുമ്മാ വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഒരാളിനെ സംബന്ധിച്ച് വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യധർമ്മമല്ല. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ എനിക്കും രാഷ്ട്രീയമുണ്ട്. ഞാൻ CPIയുടെ ഭാഗമാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തെ മേഖലയിലൊന്നും ഞാനില്ല. ഭൂമിയുടെ പട്ടയ സാധ്യതകളും കൈവശ രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ റവന്യൂ മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.